എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ വേരുകൾ എന്ന ഒരു വിഷയത്തിൽ മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും പ്രിയപ്പെട്ട എഴുത്തുകാരൻ ജയമോഹനുമായി കുറച്ചു നേരം സംസാരിക്കാൻ കിട്ടുന്ന ഈ അവസരം സന്തോഷത്തോടെയാണ് ഞാൻ അനുഭവിക്കുന്നത്. കാരണം ഞാനടക്കമുള്ള മലയാള പൊതുകവിതയുടെ ഭാവുകത്വം നിർണ്ണയിക്കുന്നതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു ശബ്ദമാണ് ജയമോഹൻ്റെത്. എനിക്ക് വ്യക്തിപരമായി വളരെ വിസ്മയവും ആദരവും തോന്നിയിട്ടുള്ള ഒരു എഴുത്ത് രീതിയുടെ ഉടമ കൂടിയാണ് അദ്ദേഹം. കവിതയുടെ വേരുകളെക്കുറിച്ച് പറയുമ്പോൾ ജയശീലൻ മാഷിൻ്റെ ഒരു കവിത പറഞ്ഞുകൊണ്ട് തുടങ്ങാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നീ നിൻ്റെ വേരുകളെപ്പറ്റി ചിന്തിക്കുക, പൂക്കളെപ്പറ്റിയല്ല. വേരുകൾ ശക്തമാണെങ്കിൽ എങ്ങനെ പൂക്കാതിരിക്കും? വേരുകൾ നശിച്ചെങ്കിൽ പൂത്തിട്ടാണെങ്കിലും എത്ര കാലം പൂക്കും? കവിതയുടെ ഒരു ഉണ്മയിലേക്ക് ഇതിനെ കൊണ്ടുവന്നാൽ കവിതയുടെ പാരമ്പര്യം, കവിത സഞ്ചരിച്ച ദൂരങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിലേക്കുള്ള നോട്ടം വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ജയശീലൻ മാഷുടെ മറ്റൊരു കവിതയിൽ അപ്പോളോ ദേവന് അപ്പം നേർച്ചയായി കൊടുത്തയക്കുന്ന ഒരു കഥയുണ്ട്. ദൂരെയുള്ള ഗ്രാമത്തിൽ നിന്ന് അപ്പം അതിവിദൂരമായ അപ്പോളോവിൻ്റെ അമ്പലത്തിൽ എത്തുമ്പോഴേക്കും പുളിച്ചു പോകും, കെട്ടുപോകും. അതുകൊണ്ട് അടുത്ത ഗ്രാമത്തിലെത്തി അപ്പം അവരെ തിരിച്ചു പോരുകയും അവർ പുതിയ അപ്പം ഉണ്ടാക്കി അടുത്ത ഗ്രാമക്കാരെ ഏൽപ്പിക്കുകയും, അങ്ങനെ അപ്പോളോവിൻ്റെ അടുത്തെത്തുന്ന ഈ നേർച്ച അപ്പം നേർച്ചയുടെ ഒരു തുടർച്ച കൊണ്ടുവരുന്നത് പോലെ തന്നെ അത് ഏറ്റവും പുതിയ അപ്പമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. ഒരു ഭാവുകത്വം അതിൻ്റെ അടുത്ത ഭാവുകത്വത്തിന് ചിലത് കൈമാറുന്നുണ്ട്. ഇങ്ങനെ കൈമാറി പുതുക്കി കൊണ്ടുവരുന്ന ഒരു വലിയ ചരിത്രം കവിതയ്ക്കുണ്ട്. ഈ ചരിത്രം നമ്മുടെ പിരമിഡ് പോയട്രിയുടെ കാലം തൊട്ട് BC 4000 തൊട്ട് ഒക്കെ കവിതയുടെ നീണ്ട ചരിത്രമുണ്ട്. അതിൽ തമിഴ് കവിതയ്ക്കും വലിയ ചരിത്രമുണ്ട്. അത് മുഴുവൻ പഠിച്ചിട്ടുള്ള ഒരാളാണ് ജയമോഹൻ. ഋഗ്വേദത്തിൻ്റെ ചരിത്രം വേറെയുണ്ട്. ഈ നീണ്ട കാലത്തെ കവിതയുടെ ഒരു ചരിത്രം, അല്ലെങ്കിൽ കവിതയുടെ ഒരു ജീവിതം, അതിൻ്റെ ധർമ്മം അത് ഏറെക്കുറെ നിർവഹിച്ച് കഴിഞ്ഞു. പുതിയ കാലത്തേക്ക് വരുമ്പോൾ അത്തരത്തിലുള്ള ഒരു കവിധർമ്മം അല്ലെങ്കിൽ കവിതയുടെ ധർമ്മം അനുഷ്ഠിക്കാൻ പുതിയ കാലത്തെ കവിതയ്ക്ക് സാധിക്കുന്നുണ്ടോ? അതല്ലെങ്കിൽ എങ്ങനെയാണ് പുതിയ കാലത്ത് കവിതയുടെ ആ ഒരു ജോലി അത് നിർവഹിക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ് എനിക്ക് ജയമോഹനോട് ആദ്യം ചോദിക്കാനുള്ളത്. എല്ലാവർക്കും നമസ്കാരം. കവിതയെക്കുറിച്ച് സംസാരിക്കാൻ ഒട്ടും ശരിയല്ലാത്ത ഒരു സമയമാണിത്. ഉച്ചനേരത്തെ കവിതയെക്കുറിച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു ഫലിതമാണ്. ഏതായാലും ഒന്ന്, കവിതയെക്കുറിച്ച് ഈ വേദിയിൽ സംസാരിക്കാനുള്ള എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ കവിയല്ല. പക്ഷേ കവിതയെക്കുറിച്ച് ധാരാളം നിരൂപണങ്ങൾ തമിഴിൽ എഴുതിയിട്ടുള്ള ഒരാളാണ്. തമിഴ്നാട്ടിൻ്റെ പഴയ കവിതയെക്കുറിച്ച്, ഇടക്കാല കവിതയെക്കുറിച്ചും ഇന്നുള്ള കവിതയെക്കുറിച്ചും ഏതാണ്ട് 3 പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. തമിഴിലെ എല്ലാ പ്രധാനപ്പെട്ട കവികളെക്കുറിച്ചും പഠനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഒരു നിരൂപകൻ എന്ന നിലയ്ക്ക് കവിതയെ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ലോക കവിതയും തുടർച്ചയായിട്ട് ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ആ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയാമെന്ന് വിചാരിക്കുകയാണ്. ഒന്ന്, നമ്മൾ വിചാരിക്കുന്ന പോലെ കവിത ഓരോ കാലഘട്ടത്തിലേക്കും അതിൻ്റെ സത്ത മാറിക്കൊണ്ടിരിക്കുന്നില്ല. T.S. എലിയറ്റ് ഒരിക്കൽ പറഞ്ഞ പോലെ കല വളരുന്നില്ല, ആർട്ട് വളരുന്നേ ഇല്ല, ഒരിക്കലും കല വളരില്ല. അങ്ങനെ കല വളരുമെങ്കിൽ വാൽമീകിയേക്കാളും ഞാൻ ബെറ്റർ കവിയായിരിക്കാമല്ലോ. സയൻസ് വളരുന്നുണ്ട്, തത്വചിന്ത വളരുന്നുണ്ട്, കവിത വളരില്ല, കല വളരില്ല. എപ്പോഴും അത് ഒന്ന് തന്നെയാണ്. പക്ഷേ എലിയറ്റ് ആ സെൻറ്റൻസിൽ കൂട്ടിച്ചേർക്കുന്ന ഒന്നുണ്ട്. അതിൻ്റെ മാർഗവും അതിൻ്റെ
സബ്ജക്റ്റും തുടർന്ന് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ പഴയ കവിത പുതിയ കവിത എന്നൊരു ഒരു വേർതിരിവ് എപ്പോഴും ഉണ്ട്. പഴയ കവിത എന്ന് പറയുന്നത് തമിഴ് സംബന്ധിച്ചോളം അത് ഞങ്ങൾ അവിടെ ചെവി നുകർ കനി എന്നാണ് പറയുക. കാതിൽ മധുരിക്കുന്ന കനിയാണ് പഴയ കവിത. അത് കാതുകൊണ്ട് ശ്രവിച്ച് രചിക്കേണ്ട ഒന്നാണ്. അതായത് ആ വായനക്കാരൻ അത് വായിക്കുകയല്ല, കേൾക്കുക ചെയ്യുന്നു. എല്ലാ പഴയ കവിതകളും അങ്ങനെയാണ്. പ്രിൻ്റ് മീഡിയ വന്നതിന് ശേഷം വന്നതാണ് പുതിയ കവിത. ഇപ്പോഴുള്ള കവിത സൈലൻ്റ് റീഡിങ്ങിനുള്ളതാണ്, ഇരുന്ന് വായിക്കാനുള്ളതാണ്, മനസ്സിൻ്റെ ഉള്ളിൽ ധ്യാനിക്കേണ്ട ഒന്നാണ് ഇന്നുള്ള കവിത. ഈ ഡിഫറൻസ് എപ്പോഴും ഉണ്ട്. സുഹൃത്തുക്കളെ, കവിതയുടെ ഫോം എന്ന് പറയുന്നത് സംഘം കാലഘട്ടത്തിൽ അതിൻ്റെ ഒപ്പം വായിക്കുന്ന അതിൻ്റെ ഒപ്പം ഉള്ള ബാധ്യതമാണ് അതിൻ്റെ ഫോമിൽ തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് ആസിരിയപ്പ എന്ന് പറയുന്നത് മിഴവ് കൊട്ടിപ്പാടേണ്ടതാണ്, വഞ്ചിപ്പ എന്നുള്ളത് ദുടി കൊട്ടി വായിക്കേണ്ടതാണ്. അങ്ങനെ ഓരോ വാദ്യമുണ്ട് ഓരോ ഇതിനും. പക്ഷേ ആധുനിക കവിതയ്ക്ക് അങ്ങനെയല്ല. അതിൻ്റെ മീറ്റർ എന്ന് പറയുന്നത് കണ്ണുകൊണ്ട് കാണാവുന്ന മീറ്ററാണ്. അങ്ങനെയാണ് കവിത മാറുന്നത്. അങ്ങനെ കാലന്തോറും കവിത മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ കവിതയുടെ ഇന്നത്തെ മാറ്റം എന്താണ്? എന്താണ് പ്രധാനം എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഒരു കാര്യം പറയട്ടെ, കവിതയിൽ പരിഹാസം അല്ലെങ്കിൽ സട്ടയർ അല്ലെങ്കിൽ ഹ്യൂമർ അത് വളരെ കോമൺ ആയിട്ടൊരു കാര്യമാണ്. ഒരുപാട് പരിഹാസ കവിതകൾ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നുള്ള കവിത പരിഹാസിക്കുകയാണെങ്കിൽ അത് എന്തിൻ്റെ കൂടെയാണ് കോമ്പീറ്റ് ചെയ്യുന്നത്? ഇന്നുള്ള മീം കൾച്ചറിൻ്റെ കൂടെയാണ്. ആമത്തെ എവിടെ നോക്കിയാലും പരിഹാസം മാത്രമേ ഇന്നുള്ളൂ. ഇന്നുള്ളത് മീമാണ്. ആ മീം പോലെ ഇതൊരു കവിതയിലെ ഒരു മീംസ് ഉണ്ടാക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഇന്നുള്ള ഇൻസ്റ്റാഗ്രാം ലോകത്ത് സ്ട്രോങ് ആയ വിഷ്വൽസ്, ചെറിയ വാർത്തകൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് രാഷ്ട്രീയത്തിലും മറ്റു കാര്യങ്ങളിലും വളരെ ശക്തമാണ്. അതിനെ തന്നെ പിന്നെയും കവിതയിൽ ഒരാൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യവുമില്ല. ഒരു രാഷ്ട്രീയ പ്രചരണ മീഡിയമായിട്ട് ഇന്ന് കവിതയെ കാണുകയാണെങ്കിൽ അതുപോലെ ഒരു യൂസ്ലെസ് ജോബ് വേറെ ഒന്നുമില്ല. കാരണം ഇന്ന് വളരെ ശക്തമായി സോഷ്യൽ മീഡിയക്കാരൊക്കെ ചെയ്യാൻ പറ്റും. രാഷ്ട്രീയ പ്രചരണം അത് ചെയ്യാം. ചെറിയ ആശയങ്ങൾ കൂടുതൽ ശക്തമായി കൊണ്ടുപോകാൻ പറ്റും. ഒരു യൂട്യൂബ് ഷോർട്സ് വളരെ ശക്തമായി ചില ഇമേജുകളെ കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റും. അപ്പോൾ ഇന്നുള്ള മീഡിയത്തിൽ കവിത എന്താണ് ചെയ്യേണ്ടത്? അവിടെയൊക്കെ മിസ്സാവുന്ന എന്തുണ്ടോ അതായിരിക്കും കവിതയിൽ ഉണ്ടാവേണ്ടത്. എങ്ങനെ ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷം ചിത്രകല മാറുന്നോ അതുപോലെ ഒരു മാറ്റം ഇന്നുള്ള കവിതയ്ക്ക് വേണ്ട. ആ മാറ്റം എന്താണ് എന്ന് വെച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ മാസ് മീഡിയയിലുള്ള കമ്മ്യൂണിക്കേഷനിൽ എന്ത് മിസ്സാവുന്നെന്ന് പറഞ്ഞാൽ അതിലുള്ള ആധ്യാത്മികതയാണ്, സ്പിരിച്വാലിറ്റിയാണ്. ആ സ്പിരിച്വാലിറ്റി കവിതയിൽ വരുമ്പോൾ മാത്രമേ അത് കവിതയാവുന്നുള്ളൂ. എത്ര ശക്തമായ ആശയം ഉണ്ടെങ്കിലും, എത്ര രൂക്ഷമായ വൈകാരികത ഉണ്ടെങ്കിലും ഞാനതിനെ കവിതയായിട്ട് കൺസിഡർ ചെയ്യില്ല. അതിനേക്കാളും ശക്തമായ വൈകാരവും ആശയങ്ങളും സോഷ്യൽ മീഡിയയിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടാവും. ആധ്യാത്മികത, സ്പിരിച്വാലിറ്റി അതിലുണ്ടാവണം. ദ സ്പിരിറ്റ് ഓഫ് ദി മോഡേൺ മാൻ അതിലുണ്ടാവണം. രണ്ട്, മാസ് മീഡിയ, സോഷ്യൽ മീഡിയ റീഡർ ബേസ്ഡാണ്, വായനക്കാരന് വേണ്ടി കാറ്റർ ചെയ്യപ്പെടുന്നതാണ്. ഒരുപാട് ആൾക്ക് പോയി ചെന്ന് എത്തണമെന്ന ഉദ്ദേശമുള്ളതാണ്. അതിൻ്റെ എസ്തെറ്റിക്സും ഫോമും തീരുമാനിക്കുന്നത് അതിൻ്റെ ഓഡിയൻസാണ്. അപ്പോൾ കവിതയിൽ എന്താ ഉണ്ടാവണം? വ്യക്തി ഉണ്ടാവണം, വ്യക്തിപരത ഉണ്ടാവണം. കമ്മ്യൂണിക്കേഷന് വേണ്ടി ഒരു കവി എഴുതുകയാണെങ്കിൽ ഇന്ന് അയാളെ ഞാൻ കവിതയായിട്ട് കൺസിഡർ ചെയ്യില്ല. സഹവേ, ഈ കാര്യം കാലം കഴിഞ്ഞു പോയി എന്നേ പറയുള്ളൂ. അയാളുടെ വ്യക്തിപരത അതിലുണ്ടെങ്കിൽ, അയാളുടെ പ്രൈവറ്റ് ഫീലിംഗ് ഉണ്ടെങ്കിൽ അതാണ് കവിത. ഇത് രണ്ടുമാണ് ഞാൻ ഇന്ന് പറയേണ്ടത്. ഇന്നുള്ള കവിത ഞാൻ പ്രതീക്ഷിക്കുന്നത് രണ്ടുമാണ്. ഈസ് ഇറ്റ് സ്പിരിച്വൽ? ഈസ് ഇറ്റ് പേഴ്സണൽ? മൂന്നാമൊരു കാര്യമുണ്ട്. പേഴ്സണൽ ആവുമ്പോൾ അത് താനേ വരും. ഇറ്റ് ഈസ് റീജിയണൽ. യൂണിവേഴ്സൽ എന്നുള്ളതാണ് ഇന്നുള്ള എല്ലാ മീഡിയ ഉണ്ടാക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലും തമിഴ്നാട്ടിലും ന്യൂയോർക്കിലും ഒന്ന് തന്നെയാണ്. പക്ഷെ കവിത മലയാളം കവിത പോലും ആവരുത്. തിരുവനന്തപുരം കവിതയായിരിക്കണം, കോഴിക്കോട് കവിതയായിരിക്കണം. അതൊക്കെയാണ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. പുതിയ കവിതയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് തന്നെയാണ്. നന്ദി. ഇതുമായി ചേർന്ന് ഒരു ചോദ്യമുള്ളത്, അതേ അവസരത്തിൽ തന്നെ ഈ പോയട്രി ഓഫ് റെസിസ്റ്റൻസ് എന്നൊക്കെ, അല്ലെങ്കിൽ പോയട്രി ഓഫ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ചില മൂവ്മെൻറ്റ്സ് ലോകത്തെല്ലാവരും നടക്കുന്നു. ഉദാഹരണത്തിന്
ട്രംപ് ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം 2 പുസ്തകം വന്നു. ഒന്ന് പോയറ്റ്സ് എഗെയിൻസ്റ്റ് ട്രംപ്, മറ്റൊന്ന് ദ റഫ് ബീസ്റ്റ്. രണ്ടും UK നിന്ന് വന്നിട്ടുള്ള അപ്പോൾ കവിതാ സമാഹാരങ്ങളാണ്. അപ്പോൾ ഒരേ സമയത്ത് കവിതയെ ഒരു പ്രൊട്ടസ്റ്റിനുള്ള ഒരു ആയുധമായിട്ട് അല്ലെങ്കിൽ ടൂളായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലുള്ള ചില ശ്രമങ്ങളൊക്കെ ലോകത്തിന്റെ പല ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞ ആശയമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കാൻ കഴിയും? ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു കവിത വായനക്കാരൻ ആരാണ്? ഒരു കോമൺ റീഡർ കവിതയ്ക്ക് വരാറില്ല. ഒരു കവിത വായിക്കുന്നവൻ വായനക്കാരിലെ മികച്ചൊരു വായനക്കാരൻ. ഒരു കവിതയെ പ്രൊട്ടസ്റ്റിൽ ഒരു കവിതയിലുള്ള ഒരു ആശയം ഈ വായനക്കാരന് മുമ്പ് അറിഞ്ഞുകൂടാന്നുണ്ടോ? നിങ്ങളൊരു കവിത ഒരു പരിസ്ഥിതി സംഭവം എഴുതി പിടിപ്പിക്കുക. എനിക്കറിയാത്ത ഒരു കാര്യമാണ് നിങ്ങൾ പറയുന്നത്. ഞാനൊരു വലിയ വായനക്കാരനാണ്, എനിക്കറിയാത്ത ഒന്നും നിങ്ങൾ ആ കവിതയിൽ പറയാൻ പോകുന്നില്ല. അപ്പോൾ എനിക്ക് നേരത്തെ അറിയാവുന്ന ഒരു ആശയം നിങ്ങൾ വൃത്തബദ്ധമായിട്ട് മാറ്റി വെച്ചിരിക്കുക. സോ അതിന് ഞാൻ വായിക്കണം. അപ്പോൾ കവിതയുടെ പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു പഴയ ആശയമാണ്. അപ്പോൾ കവിതയുടെ പ്രൊട്ടസ്റ്റ് എവിടെ വരും? ദ പ്രൊട്ടസ്റ്റ് ഷുഡ് ബി സ്പിരിച്വൽ. ഒരു പ്രൊട്ടസ്റ്റിലുള്ള ഒരു സ്പിരിച്വലായ ഒരു കാര്യമാണെങ്കിൽ, അത് കവിതയിലൂടെ മാത്രം പറയാവുന്ന ഒന്നാണെങ്കിൽ അത് കവിതയിലാവാം. അല്ലാതെ കോമൺ ഗ്രൗണ്ട് ഐഡിയാസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ പിന്നെയും കവിതയിൽ തന്നെ വന്ന് കിട്ടുകയാണെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 24 മണിക്കൂർ സിനിമ കാണും നമ്മൾ. വീട്ടിൽ പോയി ഭാര്യയും സിനിമയുടെ ഡയലോഗുകൾ പറയുകയാണെങ്കിൽ സഹിക്കാൻ പറ്റില്ലല്ലോ. കവിത വായിക്കുന്നത് സംതിങ് യുണീക്കിന് വേണ്ടിയിട്ടാണ്, സംതിങ് റെയർ, സംതിങ് വെരി വെരി പേഴ്സണൽ. അതിനു വേണ്ടിയാണ് കവിത വായിക്കുന്നത്. അല്ല, ഞാൻ കവിത വായിക്കുന്നത് വാർത്തകൾക്ക് വേണ്ടിയിട്ടില്ല. അതിന് ഞാൻ മാതൃഭൂമി വായിക്കും. മാതൃഭൂമിയുടെ മുഖപ്രസംഗങ്ങൾ വായിച്ചാൽ മതിയല്ലോ. പിന്നെ എന്തിനാ നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കവിത വായിക്കുന്നത്? പിന്നെ ഒരു കാലത്ത് കവിത പ്രൊട്ടക്ഷൻ്റെ ഭാഷയായിരുന്നു. കാരണം അന്ന് ഇന്നത്തെ മീഡിയ ഇല്ല. അതാണ് ഞാൻ പിന്നെ ആവർത്തിച്ച് വരുന്നത്. പാബ്ലോ നെരൂദ കവിത എഴുതുന്ന കാലത്ത് ദശലക്ഷങ്ങൾ മുമ്പിലുണ്ടായ അയാൾ കവിത വായിക്കുന്നു. അത് വേറെ കാലം. ജനങ്ങളെ ഇളക്കി മറിക്കാനും അവരോട് സമ്മതിക്കാനും കവിത കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ എമർജൻസി കാലത്ത് വൈലോപ്പള്ളി ഓരോ ജംഗ്ഷനിലും ചെന്ന് നിന്ന് കവിത വായിച്ചിട്ടുണ്ട്. അതൊരു കാലം. ഇന്നത്തെ കാലം അല്ല. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, ഫോട്ടോഗ്രാഫി വന്നതിന് ശേഷം ചിത്രകലയിൽ എന്ത് മാറ്റം വന്നോ അതുപോലൊരു മാറ്റം കവിതയിൽ വരണം. അതാണ് ഇന്ന് ഞാൻ കവിതയിൽ പ്രതീക്ഷിക്കുന്നത്. ഇതിനോട് ചേർത്ത് ചോദിക്കാൻ എനിക്ക് തോന്നുന്നൊരു കാര്യം, ഞാൻ ഈ അടുത്ത് വായിച്ചൊരു ലേഖനം, പോൾ വലേറിയുടെ ഒരു കവിതയുടെ ഒരു കളക്ഷനിൽ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കൂടിയുണ്ട്. അതിൽ പോയട്രി ആൻഡ് അബ്സ്ട്രാക്ട് തോട്ട് എന്ന് പറഞ്ഞൊരു ലേഖനത്തിൽ, അത് രസമുള്ളൊരു ലേഖനമാണ്. എന്താണ് ഗദ്യവും കവിതയും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതിന് പോൾ വലേറി പറയുന്നൊരു രസകരമായൊരു ഉദാഹരണമുണ്ട്. ഗദ്യം നടത്തമാണെങ്കിൽ കവിത നൃത്തമാണ് എന്ന് പറയുന്ന ഒരു വളരെ രസകരമായിട്ടുള്ള. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കൽ ഡെഗ എന്ന് പറയുന്ന ഫ്രഞ്ച് ചിത്രകാരനും കവിയും മല്ലാർമയുടെ അടുത്ത് പോയിട്ട് അത് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് ആശയങ്ങളുണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് കവിതയിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ മല്ലാർമ പറയും, ഡെഗ, കവിത ആശയം കൊണ്ട് നിർമ്മിക്കേണ്ട ഒരു സാധനമല്ല, അത് ഭാഷ കൊണ്ട് നിർമ്മിക്കേണ്ട ഒന്നാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഈ കവിതയുടെ ചർച്ചയും നിരൂപണവും ഒക്കെ നടക്കുമ്പോൾ കവിതയുടെ ഒരു ആശയത്തിൽ ഊന്നിക്കൊണ്ടുള്ള സമീപനം പലപ്പോഴും കാണാറുണ്ട്. അത് അത് എന്തുകൊണ്ടാണ്? അത് സത്യത്തിൽ അതിന് ഭാഷ എന്ന് പറയുന്ന ഒരു കാര്യമല്ലേ യഥാർത്ഥത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്? അതെ, ഭാഷ മാത്രമല്ല, സ്വപ്നം, ഡ്രീം. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് പറയട്ടെ, ഞാൻ വായിച്ചുള്ള പുസ്തകങ്ങളുടെ പുറം ചട്ട പോലും വീരാൻകുട്ടി വായിച്ചിട്ടുണ്ടാവും. എനിക്കറിയാവുന്ന ചരിത്രമോ തത്വചിന്തയോ വീരാൻകുട്ടിക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആരാധിക്കുന്ന ഒരു കവിയാണ് വീരാൻകുട്ടി, അല്ലേ? കഴിഞ്ഞ 15 കൊല്ലം കൊണ്ട് നിരന്തരം വീരാൻകുട്ടിയെ ഞാൻ പ്രസൻറ്റ് ചെയ്യാണ്. എന്തിന്? എനിക്കറിയാവുന്ന കാര്യം പറയുന്നുകൊണ്ടല്ല, എനിക്കോ നിങ്ങൾ തത്വചിന്തയോ ആശയങ്ങളോ പറഞ്ഞു തരുന്നുകൊണ്ടല്ല. ഞാൻ നിങ്ങളെ സ്വപ്നം ഷെയർ ചെയ്യുന്നുണ്ട്. ഒരു ആശയമല്ല, ഒരു ഇമേജാണ് എന്നെ ഹോണ്ട് ചെയ്യുന്നത്. ഞാൻ എഴുതിയ വേറൊരു ലേഖനം, ഒരു ഫിലോസഫി ലേഖനത്തിൻ്റെ ആദ്യത്തെ വരിയായി തുടങ്ങുന്നത് വീരാൻകുട്ടിയുടെ ഒരു കവിതയിൽ നിന്നാണ്. വഴിവെക്കിൽ കരഞ്ഞു നിൽക്കുന്ന മരം പറ്റിയുള്ള ആ കവിത. അത് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ നിന്ന് ഞാൻ ഒരുപാട് ദൂരം പോകുന്നുണ്ട്. അതിൽ നിന്നും കാഴ്ച, അതിൻ്റെ പിന്നിലെ സ്വപ്നം, അതിൻ്റെ പിന്നിലെ മായ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇനി പോകാൻ പറ്റും. വളരെ സീരിയസ് ആയ ഒരു തത്വചിന്തയെ സംബന്ധിച്ചുള്ള ഒരു ലെക്ചർ. ഞാൻ നല്ലൊരു കവിതയും തുടങ്ങാൻ പറ്റും. നിത്യചൈതന്യതി ആധുനിക കവിതയുടെ വരികളിൽ നിന്നും യതിയുടെ തത്വചിന്തകൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. നിത്യചൈതന്യക്ക് അറിയാത്ത ആശയമാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അല്ല. ഒരു കാര്യം പറയാം, നിങ്ങൾ ഇവിടെ ചിലരെങ്കിലും
കാൾ സഗൻ്റെ കോണ്ടാക്ട് എന്ന നോവൽ വായിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. കാൾ സഗൻ ഒരു സയൻസ് ഫിക്ഷൻ റൈറ്ററാണ്, ഒരു സയൻറ്റിസ്റ്റുമാണ്. അദ്ദേഹം എഴുതിയ കോണ്ടാക്ട് എന്നൊരു നല്ല നോവലുണ്ട്. സിനിമയുണ്ട്, സിനിമ ആരും കാണണ്ട, വളരെ മോശം സിനിമയാണ്. ആ നോവലിലൊരു രംഗമുണ്ട്. എല്ലി അറോവേ എന്നു പേരുള്ള നായിക ഭൂമിയിൽ നിന്ന് ചില സാഹചര്യങ്ങളിൽ വേറെ ഗാലക്സിയിലേക്ക് പോകുന്നുണ്ട്. ഇൻ്റർ ഗാലക്സിയിൽ ട്രാവൽ ചെയ്ത് വേറെ ഗാലക്സിയിലേക്ക് പോകുന്നുണ്ട്. അവിടെ ഉള്ളത് ഒരു തരം ഗ്ലോബൽ ഹ്യൂമാനിറ്റിയാണ്. അതായത് മനുഷ്യരായി ജീവിച്ച് വളർന്ന് ഒരു ഘട്ടത്തിലെത്തി ബോഡി ശരീരം ഇല്ലാതായി വെറും ചിന്ത മാത്രമായിട്ട് നിൽക്കുന്ന എക്സിസ്റ്റൻസ് അവിടെ ഉള്ളത്. അവർക്കറിയാം അവർ ദ മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ആണ് ആ നോവൽ വരുന്നത്. അങ്ങനെ ഒരു മാസ്റ്റേഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് എല്ലി അറോവയെ കാണുന്നുണ്ട്. എങ്ങനെ കാണുന്നു പറഞ്ഞാൽ ഇവളുടെ സ്വപ്നത്തിൻ്റെ ഉള്ളിലേക്ക് അയാൾ വരുന്നുണ്ട്. ഈ സ്വപ്നത്തിൽ ഇവൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉണ്ടായ ബീച്ചിലാണ് ഉള്ളത്. അവൾ അച്ഛനായിട്ട് അവിടെ വരുന്നത് ഒരു മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സാണ്. യൂണിവേഴ്സലായ നോളജുള്ള ഒരു വ്യക്തിയാണ്. അതായത് കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന് വളരെ ഹൈലി ഡെവലപ്ഡായ ഒരു പേഴ്സണാലിറ്റി. അയാൾക്ക് അറിയാത്ത ഒന്നുമേ ഇല്ല. അപ്പോൾ എല്ലി അറോവയോട് അവൾ സംസാരിക്കുന്നു. എല്ലി അറോവ ഒരു സയൻറ്റിസ്റ്റാണ്. പക്ഷേ ഈ സയൻസ് എല്ലാം അദ്ദേഹത്തിന് ഒരു കുട്ടിക്കളിയാണ്. പെട്ടെന്ന് എല്ലി അറോവ അദ്ദേഹത്തിന് അവളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങുമ്പോൾ ദ മാസ്റ്റർ ഓഫ് ദി യൂണിവേഴ്സ് താല്പര്യം കാണിക്കുന്നുണ്ട്. ടോക്ക് അബൌട്ട് യുവർ ഡ്രീംസ്. ആ ഡ്രീംസ് അയാൾക്കറിയില്ല. അതാണ് മനുഷ്യൻ്റെ ഏത് ബുദ്ധിയെക്കാളും കൂടുതലായ ഒരു കാര്യമാണ് സ്വപ്നം. ആ സ്വപ്നം എഴുതുന്ന ആളുകളാണ് കവികൾ. അത് എഴുതുന്നതുകൊണ്ടാണ് ഞാനൊരു മഹത്തായ ഫിക്ഷൻ റൈറ്ററാണെന്ന് എനിക്കറിയാം. എൻ്റെ ഒപ്പം പറയാവുന്ന വളരെ കുറച്ച് എഴുത്തുകാരെ ഇന്ന് ലോകത്തുള്ളൂ എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പക്ഷേ ഏത് കവിയും എന്നെക്കാളും ബെറ്ററായ ഒരാളാണ്, അതെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കവിത വായിക്കുന്നത്. എനിക്ക് ഈ ഉത്തരത്തിൽ നിന്നൊരു ചോദ്യത്തിലേക്ക് പോകാൻ തോന്നുന്നു. അലൻ ബാദ്യു എന്ന് പറയുന്ന ഫ്രഞ്ച് ചിന്തകനുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം ഞാൻ ഇൻ്റർനെറ്റിൽ കേട്ടു. അതിൽ അദ്ദേഹം പറയുന്ന ഒരു രസകരമായ ഒരു കാര്യം, രസകരമല്ല, ഈ ഫിലോസഫി വരുന്നതിന് മുമ്പ് ഫിലോസഫിയുടെ ധർമ്മം നിർവഹിച്ചത് കവിതയായിരുന്നു. പിന്നെയാണ് ഫിലോസഫി അത് രൂപം കൊള്ളുന്നത്, അത് മാത്തമാറ്റിക്സുമായിട്ടൊക്കെ കണക്റ്റ് ആവുന്നതെന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഈ തത്വചിന്ത കവിതയുടെ കൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട്. അത് ഏത് തരത്തിലായാലും മലയാള കവിതയിൽ എങ്ങനെയാണ് ഈ തത്വചിന്ത എന്ന് പറയുന്ന ഒരു ഘടകം, ഒരു എലമെൻറ്റ് കവിതയിൽ പ്രവർത്തിച്ചത്? അത് ഇപ്പോൾ ഇന്നലത്തെ കവിതയും ഇന്നത്തെ കവിതയും ശരിയായ രീതിയിലാണോ ആ ഒരു ബന്ധം യഥാർത്ഥത്തിൽ നമ്മൾ കവികളിൽ വരുന്നത്? ഇപ്പോൾ തത്വചിന്തയെ എങ്ങനെയാണ് അവർ കൺസീവ് ചെയ്യുന്നത് കവികൾ എന്നുള്ളത്? അതായത് കവിത വളരെ ഏൻഷ്യൻ്റാണ്. ഇപ്പോൾ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു ഫീൽഡ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് അല്ലെങ്കിൽ പ്രീ ഹിസ്റ്റോറിക്കൽ പ്ലേസസിലേക്ക് പോവുകയാണ്. അതായത് ഗുഹാ ചിത്രങ്ങൾ, പെട്രോക്ലിഫ്സ് അന്വേഷിച്ച് യാത്ര ചെയ്യാണ്. ഇന്ത്യ ഉടനീളം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഈ ഒരു 5 ദിവസത്തിന് മുമ്പ് ആന്ധ്രയിലെ നെല്ലൂരിൻ്റെ അടുത്ത് ഒരു സ്ഥലത്ത് ഒരു പെട്രോക്ലിഫ് ചിത്രം കാണിക്കാൻ പോയി. അത് ഏതാണ്ട് ഒരു 30,000 അല്ലെങ്കിൽ 40,000 കൊല്ലത്തിന് മുമ്പ് വരയപ്പെട്ടതാണ്. അതിനെപ്പറ്റി നമുക്കൊന്നുമേ പറയാൻ പറ്റില്ല, ചിത്രം മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷെ അതിൽ കാളയ്ക്ക് ബുള്ളിന് 3 കൊമ്പുണ്ട്. വളരെ സ്ട്രേഞ്ചാണ്. അത് എന്തുകൊണ്ടാണ് പ്രാധാന്യം എന്ന് പറയുന്നത്, റിയാലിറ്റി വരയുന്നതിൽ നിന്നും മാറി സ്വപ്നം വരഞ്ഞു തുടങ്ങിയ ഒരു കാലമാണെന്നാണ് പറയുന്നത്. ഈ 3 കൊമ്പുള്ള കാള ഒരിക്കലും ഉണ്ടായിരിക്കാൻ സാധ്യമില്ല, അങ്ങനെ ഒരു ഫോസിൽ കിട്ടിയിട്ടേ ഇല്ല. പക്ഷേ ഈ കാളയ്ക്ക് 3 കൊമ്പുണ്ട്. അങ്ങനെ ഒരു 100ഓളം ചിത്രങ്ങളുണ്ട് അവിടെ, എല്ലായിടത്തും 3 കൊമ്പുണ്ട്. ഈ 3 കൊമ്പ് വരഞ്ഞവൻ ഒരു കവിയാണ്, ഒരു കലാകാരനാണ്, വളരെ പ്രിമിറ്റീവായ ഒരാളാണ്. അവിടെ നിന്നാണ് വീരാൻകുട്ടി തുടങ്ങുന്നത്. വൈറസ് പിന്നെയും 10,000 കൊല്ലം 20,000 കഴിഞ്ഞിട്ടാണ് തത്വചിന്ത തുടങ്ങുന്നത്. ഈ ചിത്രങ്ങളെ വച്ചുകൊണ്ട് ഉള്ള കൂടുതൽ ചിന്തയുടെ പേരാണ് തത്വചിന്ത. അപ്പോൾ വളരെ വലിയൊരു മുത്തച്ഛൻ ഒരു ചെറിയ കുട്ടിയോട് സംസാരിക്കുന്ന പോലെയാണ് കവി തത്വചിന്തയോട് സംസാരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ കുട്ടി സംസാരിക്കുന്നതിൽ നിന്നും ചില ഇൻസ്പിറേഷൻസ് മുത്തച്ഛന് കിട്ടുന്നുണ്ടാവും. അങ്ങനെ കവിക്ക് തത്വചിന്തയിൽ ഒരു താല്പര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു കവിയും ഔട്ട്ഡേറ്റ് ആയിട്ടില്ല. മഹാനായ കവികളെല്ലാവരും ഇപ്പോഴും അങ്ങനെ തന്നെ നിൽപ്പുന്നുണ്ട്. പക്ഷേ തത്വചിന്തകർ ഒരു തലമുറ കഴിയുമ്പോഴത്തേക്കും ഔട്ട്ഡേറ്റ് ആവും. അടുത്ത തത്വചിന്ത വരും. എല്ലാ തത്വചിന്തയും ആരെങ്കിലും അതിനെ റെഫ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. ഇറ്റ് ഈസ് റെഫ്യൂട്ടബിലിറ്റി എന്ന് പറയുന്നത് തത്വചിന്തയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. കവിക്ക് അങ്ങനെ ഒരു ഓപ്പോസിറ്റ് സൈഡേ ഇല്ല. നോബഡി ഈസ് റെഫ്യൂസിങ് എ പോയറ്റ്. എ ഗ്രേറ്റ് പോയറ്റ് ഈസ് എ ഗ്രേറ്റ് പോയട്രി. ഇത് തന്നെയാണ് പോയട്രിക്കും തത്വചിന്തയ്ക്കുള്ള ബന്ധം എന്ന് പറയുന്നത്.
ചോദ്യത്തിന് കൂടി മാത്രമേ എനിക്ക് സമയമുള്ളൂ. അത് ഞാൻ ചോദിക്കുന്നത് ജയമോഹൻ്റെ സ്വന്തം ഭാഷയായ തമിഴിലെ പുതിയ കവിതയുടെ ഒരു അവസ്ഥ എന്താണ്, എങ്ങനെയാണ് അതിപ്പോൾ സഞ്ചരിക്കുന്നതെന്ന് അറിയാനൊരു കൗതുകമുണ്ട്. തമിഴിൽ എനിക്കൊരു വായനക്കാരുടെ ഫോറമുണ്ട്, വിഷ്ണുപുരം ഇലക്കിയവട്ടം. എൻ്റെ നോവലിൻ്റെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു വായനക്കാരുടെ ഫോറമാണ്. അത് ഞങ്ങൾ ഓരോ കൊല്ലവും 3 അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. ഒരു അവാർഡ് സീനിയർ എഴുത്തുകാരന്, ഒരു ഗവേഷകന്, മൂന്നാമത് ഒരു കവിക്ക്. 3 ലിറ്റററി ഫെസ്റ്റിവലായിട്ട് നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരു 8-9 കൊല്ലം കൊണ്ട് യുവകവിക്കായ ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി കവികളെ തുടർന്ന് യുവകവികളെ വായിക്കുന്നുണ്ട്. അപ്പോൾ ഒരു സർപ്രൈസ് എന്ന് വെച്ചാൽ, ഒരു അവാർഡിന് വേണ്ടി നമ്മൾ പരിഗണിക്കാൻ 100 അല്ല 150 കവിതാ സമാഹാരം ഒരു കൊല്ലത്ത് നമ്മളെ കയ്യിൽ വരും. മിക്കവാറും കവിതകൾ മുമ്പെഴുതിയ കവിതകളുടെ റെപ്പിറ്റേഷൻ ആയിരിക്കും. പക്ഷെ ഒരിക്കലും 1-2 നല്ല കവികൾ കിട്ടാതിരിക്കുകയില്ല. നല്ല കവിതകൾ ഓരോ കൊല്ലവും പുതിയ കവികൾ വരുന്നുണ്ട്. മദാർ, ആനന്ദ് എല്ലാം ഞങ്ങൾ അവാർഡ് കൊടുത്ത് അതിലൂടെ ശ്രദ്ധേയപ്പെട്ട കവിതകളാണ്. ഇപ്പോൾ നിങ്ങൾ പട്ടാമ്പിയിൽ വന്ന മദാറെല്ലാം. ഈ കൊല്ലം അതിങ്ങനെ ഒരു വളരെ ഇൻസ്പയറിംഗ് ആയ ഒരു പയ്യൻ്റെ കവിത വായിച്ചു. വളരെ പാവപ്പെട്ട പയ്യനാണ്, ഒരു ചെറിയ ജോലിയിലിരിക്കുന്ന ഒരാളാണ്. കവിതയിലൂടെ മാത്രം ആവിഷ്കരിക്കാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഈ സർപ്രൈസ് എപ്പോഴും ഉണ്ട്. മലയാളത്തിൽ അങ്ങനെ ഉണ്ട്, ഈ കന്നഡത്തിൽ അങ്ങനെ ഉണ്ട്. ഇന്ത്യൻ ചുറ്റുപാടിൽ ഏറ്റവും നല്ല പുതിയ കവിതകൾ വരുന്നത് നോർത്ത് ഈസ്റ്റിൽ നിന്നാണ്. അതായത് അസം, മണിപ്പൂർ, മേഘാലയ, അവിടെയുള്ള കവിതകളാണ് ഏറ്റവും നല്ല കവിതകൾ എനിക്ക് തോന്നാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അവിടെയുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുറച്ചുകൂടി മെച്ചപ്പെട്ടതാണ്. അതിന് കാരണം മലയാളികളാണ്. കാരണം അവിടെയുള്ള ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ മിക്കവാറും നല്ല മലയാളി ടീച്ചേഴ്സ് ഉണ്ട്. ഇവിടെ കേരളത്തിലുള്ളതിനേക്കാളും നല്ല ടീച്ചേഴ്സ് അവിടെ ഉണ്ട്. അവരാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത്. കൂടുതൽ ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് അവർ വെസ്റ്റേൺ പോയട്രി കൂടുതൽ വായിക്കുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് പാരമ്പര്യത്തിൻ്റെ ഭാരമില്ല. അതുകൊണ്ട് അവർ ആവർത്തിക്കാനോ അനുവർത്തിക്കാനോ ഒന്നുമില്ല. ദേ ആർ വെരി ഫ്രഷ്. ഇവിടെ ആണെങ്കിൽ നമുക്ക് ആൾറെഡി ഇവിടെ ചങ്ങമ്പുഴയുണ്ട്, അല്ലെങ്കിൽ വൈലോപ്പള്ളിയുണ്ട്. നിങ്ങൾ എന്ത് ശ്രമിച്ചാലും ഒരു ടീസ്പൂൺ ഓഫ് വൈലോപ്പള്ളി അതിലേക്ക് വരും. അങ്ങനെയൊന്നും അവർക്ക് വരാറില്ല. ദേ ആർ വെരി ഫ്രഷ്. മാത്രമല്ല അവർക്ക് ഫോക്ക് ട്രഡീഷനേ ഉള്ളൂ. ഫോക്ക് ട്രഡീഷനിൽ നിന്ന് മോഡേൺ പോയിട്രി വളരെ വേഗം വരാൻ പറ്റും. ക്ലാസിക്കൽ പോയിട്രിയിൽ നിന്ന് മോഡേൺ പോയിട്രി വരാൻ വളരെ ബുദ്ധിമുട്ടാണ്. തമിഴിന് ആ പ്രശ്നമുണ്ട്. ഒന്ന് ക്ലാസിക് പോയിട്രി വേണ്ടെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ക്ലാസിക് പോയിട്രിയിൽ നിന്ന് അതിൻ്റെ സത്ത മാത്രം എടുക്കുക. ക്ലാസിക് പോയിട്രി ഉള്ള ലാംഗ്വേജിൽ മോഡേൺ പോയിട്രി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സാൻസ്ക്രിറ്റിൽ ഒരു മോഡേൺ പോയിട്രി എഴുതിനെ പറ്റി ആലോചിച്ച് നോക്കുക. എഴുതിയാൽ തന്നെ വലിയ ഫണ്ണായിരിക്കും അത്. പക്ഷേ അവർക്ക് ക്ലാസിസം ഇല്ലാത്തത് കൊണ്ട് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് അവർ മോഡേൺ പോയിട്രി എഴുതുന്നുണ്ട്. വെരി വെരി ക്രിയേറ്റീവ്. ഇനി സദസ്സിന് സംവദിക്കാനുള്ള ഒരു 5 നിമിഷങ്ങളാണ്. ഓക്കെ, താല്പര്യമുള്ളവർക്ക് ജയമോഹനോട് ചോദ്യങ്ങൾ ചോദിക്കാം. സാർ, ഇപ്പോൾ പറഞ്ഞതിൽ ഈ മീമിൻ്റെ കാര്യം പറഞ്ഞു. മീം പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുന്നു. മീം ശരിക്കും ഒരു ടാർഗറ്റഡ് ആയിട്ടൊരു ആശയം എത്തിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ഒരു ആർട്ടാണ്. പക്ഷെ കവിത എന്ന് പറയുന്നത് ചില ആളുകൾക്ക് തോന്നുന്നു, എഴുതുന്നു, അവരുടെ ആശയം പറയുന്നു. അതിൽ പല കവിതകളും ഭൂരിഭാഗം പേരും എടുക്കാം, ചിലപ്പോൾ എടുക്കാതിരിക്കാം. പക്ഷെ അതൊക്കെ ഓരോ എഴുത്തുകാരുടെ ഇഷ്ടങ്ങളല്ലേ. കവിതകളെ ഞാൻ പറയുന്നത് അത് തന്നെയാണ്. അതായത് മീംസ് എന്ന് പറയുന്നത് ഒരു ആശയം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഒരു കലാരൂപമാണ്. അതുപോലെ കവിത ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഷുഡ് ബി പേഴ്സണൽ, ഇറ്റ് ഷുഡ് ബി സ്പിരിച്വൽ. അത് എങ്ങനെയാവണം എന്ന് ഒരു നിരൂപകൻ പറയാൻ പറ്റില്ല. എങ്ങനെ വേണമെങ്കിലും ആവാം. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ആസ്വദിക്കുന്ന, അപ്രിസിയേറ്റ് ചെയ്യുന്ന കവിതകൾ ഒരുതരം വെർബൽ മീംസാണ്, ഭാഷയിലെ മീംസാണ്. അത് ഐഡൻറ്റിഫൈ ചെയ്യണം. അത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. സാർ നമസ്കാരം. നമസ്കാരം. എൻ്റെ ചോദ്യം ഇതാണ്: കവിത സംഭവിക്കുന്നത് ഒരു ഉന്മാദാവസ്ഥയിൽ നിന്നാണോ, അതല്ല വളരെ ബോധപൂർവം സംഭവിക്കുന്ന ഒന്നാണോ കവിത എന്നുള്ളതാണ്. ഞാൻ കവിത എന്ന് ഉദ്ദേശിക്കുന്നത് സാർ ഇതുവരെ പറഞ്ഞ തരത്തിലുള്ള കവിത, എന്തല്ല കവിത എന്നുള്ളത് മാറ്റി നിർത്തി എന്താവണം കവിത എന്ന കൃത്യതയിൽ നിന്നാണ് ചോദിക്കുന്നത്. അതായത് ഒരു ഉദാഹരണം പറയാം. നല്ല സിംഗർ, ഗായകൻ, ഫോർ എക്സാമ്പിൾ മധുരൈ സോമു പാടുമ്പോൾ ഒരു ഉന്മാദ അവസ്ഥയിലായിരിക്കും.
ഭ്രാന്ത് തന്നെയാണ് പുള്ളി പാടുന്നത്. പക്ഷേ രാഗം തെറ്റില്ല. രാഗം തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് സംഗീതമല്ല, വെറും നിലവിളിയാണ്. അപ്പോൾ നല്ല കവി ഉന്മാദാവസ്ഥയിലായിരിക്കും, പക്ഷേ ഫോം എന്ന ഒരു കാര്യം, സ്ട്രക്ചർ ഉണ്ടാവും. അപ്പോൾ ഈ സ്ട്രക്ചർ കവി പഠിച്ച് മനസ്സിലാക്കി അതിൽ ഒരു ഉൽപ്പന്നത നേടുക തന്നെ വേണം. ദെൻ യു ഹാവ് ടു ഫർഗെറ്റ് ഇറ്റ്. യു ഷുഡ് ഫോളോ യു ലൈക്ക് എ ഡോഗ്. ദെൻ ഓൺലി യു ക്യാൻ റൈറ്റ് പോയട്രി. സോ നിങ്ങളുടെ ഉന്മാദാവസ്ഥ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പറയാൻ അൺഫോത്തമബിൾ ആണ്. അതായത് അതിന് ഒരു രൂപവും ഉണ്ടാവില്ല, അത് അളക്കാൻ പറ്റില്ല, അതൊരു ഔട്ട് ഓഫ് കൺട്രോൾ സംഭവമാണ്. പോയട്രിയിൽ അത് പറ്റില്ല. പോയട്രി എന്ന് പറയുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തഡോളജിയാണ്. ഇറ്റ് ഷുഡ് ബി കമ്മ്യൂണിക്കബിൾ. അപ്പോൾ നിങ്ങൾ ഭ്രാന്തിനെ കൺട്രോൾ ചെയ്യുകയും അതിനെ രൂപമായിട്ട് മാറ്റുന്ന രൂപബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അപ്പോൾ നല്ല കവി ഒരു പുറം വളരെ കോൺഷ്യസ് ആയിട്ട് രൂപത്തിൽ വർക്ക് ചെയ്യുകയും മറ്റൊരു സൈഡിൽ ആ ഭ്രാന്ത് ഉപാസിക്കുകയും ചെയ്യുന്നതാണ്. സോ ഇങ്ങനെ പറയാം, എ ഗുഡ് പോയട്രി ഈസ് എ മാഡ്നെസ് എക്സ്പ്രസ്ഡ് ത്രൂ എ പെർഫെക്റ്റ് ഫോം. നമസ്കാരം സാർ, ഞാൻ ഷിംന. സാറ് പറഞ്ഞ പോലെ വീരാൻകുട്ടി മാഷിൻ്റെ കവിതകൾ തുടർച്ചയായി വായിക്കുന്ന ഒരു വായനക്കാരിയാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നേരത്തെ പറഞ്ഞ ആൾ ചോദിച്ചതുപോലെ ഒരു ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. കവിത എഴുതുന്നവരുടെ എണ്ണം വളരെയധികം കൂടുകയും കവിത വായിക്കുന്നവരുടെ എണ്ണം വളരെ കുറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്. അതുപോലെ നല്ല കവിതാ പുസ്തകങ്ങൾ തിരയുമ്പോൾ കവിതയല്ല എന്ന് തോന്നുന്ന ചിലത് കയ്യിൽപ്പെടുകയും ചെയ്യുന്നു. വളരെ തിരഞ്ഞ ശേഷമാണ് പുസ്തകമേളകളിൽ നിന്നും മറ്റും മാത്രം, ബുക്ക് സ്റ്റാളുകളിൽ പോലും തിരയുമ്പോൾ ബുക്ക് കിട്ടാറില്ല. അത് എൻ്റെ മാത്രം തോന്നലാണോ അതോ കവിത വായിക്കുന്നവരുടെ എണ്ണം കുറവ് തന്നെയാണോ? അതായത് ഒരുപാട് കൊല്ലത്തിന് മുമ്പ് ന്യൂയോർക്കിലെ ഒരു പുസ്തകക്കടയിലേക്ക് ഞാൻ പോയിരുന്നു. ഏതാണ്ട് 1 കിലോമീറ്റർ നീളമുള്ള പുസ്തകക്കടയാണ്. 1 കിലോമീറ്ററോളം നീളം ഉണ്ടാവും. ഓരോ ടൈപ്പ് പുസ്തകങ്ങൾക്കും ഓരോ ഏരിയ ഉള്ളത്. എന്നിട്ട് ഈ സ്റ്റേജ് പോലെ ഇല്ല, ഇത്രയും ചെറിയ സ്ഥലമാണ് പോയട്രിക്കുള്ളത്. അതിലും നല്ലൊരു ഭാഗം ക്ലാസിക് പോയട്രിയാണ്. ആകെ മൊത്തം ഒരു 400-ൽ പരം മോഡേൺ പോയട്രി കളക്ഷനേ ഉള്ളത്. അതെല്ലാം സെലിബ്രേറ്റഡ് പോയറ്റ്സിൻ്റെ. കവിത ലോകം മുഴുവൻ അങ്ങനെയാണ്, വളരെ കുറച്ച് ആളുകൾ മാത്രമേ കവിത വായിക്കുന്നുള്ളൂ. പുസ്തകങ്ങൾ വന്നിട്ട് 10,000-കണക്കിൽ ലക്ഷക്കണക്കിൽ വിറ്റഴിയുന്ന അമേരിക്കയിൽ പോലും കവിത 2000 കോപ്പി അച്ചടിക്കുന്നു. അങ്ങനെ തന്നെയാണ്, അതിൽ ഒരു തെറ്റൊന്നുമില്ല, അങ്ങനെയാണ്. ഇപ്പോൾ കമ്പരാമായണം എന്നൊരു മഹത്തായ കൃതി എഴുതപ്പെട്ട് 1200 കൊല്ലമായി. ഈ കൊല്ലത്തിനിടയ്ക്ക് ഓരോ തലമുറയിലും ചുരുങ്ങിയത് ഒരു 100 അല്ലെ 150 പേര് അത് മുഴുവൻ വായിച്ചിട്ടുണ്ടാവും. എന്തെങ്കിലും രീതിയിൽ അതിനോട് ബന്ധപ്പെടുന്നവർ 1000 പേരുണ്ടാവും ഒരു തലമുറയ്ക്ക്. പക്ഷേ 1000 പേര് എല്ലാ തലമുറയിലും ഉണ്ടാവും. കവിത അങ്ങനെ മാത്രമേ പറ്റുള്ളൂ. കവിതയ്ക്ക് ഒരു മാസ് റീഡിങ് ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ എനിക്ക് ആ കവിതയോട് സംശയം വരും. സുന്ദരരാമസ്വാമി ഒരിക്കൽ പറഞ്ഞു, പുനുഗ് എന്ന് പറഞ്ഞാൽ ഒരു വാസനാ ദ്രവ്യം, അത് 2 ചൊട്ടുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കൂ. ആനത്തലയോളം ഒരാൾ കൊണ്ടുവന്ന് കാണിച്ചാൽ അത് പുനുകല്ല എന്ന് പറയുന്നതാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. കവിത ഈസ് വെരി, പക്ഷേ കവിതയ്ക്ക് ഒരു സ്വഭാവമുണ്ട്. 2, ഒന്ന്, ഒരു മനുഷ്യൻ സ്വാഭാവികമായിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് കവിതയായിരിക്കും. ഇവിടെ നല്ലൊരാളുകളും പ്രേമലേഖനങ്ങളിൽ കവിത എഴുതിയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ എല്ലാവരും കവിത എഴുതും, അതിലും തെറ്റില്ല. ഒരു മൊത്തം ഹരിയാനയും ക്രിക്കറ്റ് കളിച്ചാൽ മാത്രമേ ഒരു കപിൽ ദേവ് വരുള്ളൂ എന്ന് ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കവിത എഴുതിയാലേ ഒരു വീരാൻകുട്ടി വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ എല്ലാവരും എഴുതാം, അതിലും തെറ്റില്ല. അപ്പോൾ മൈൽഡായ കവിതകൾ, ലളിതമായ കവിതകൾ, ചെറിയ എൻജോയബിളായ കവിതകളൊന്നും വളരെ നിരൂപകൻ്റെ ഒരു വാളോടൊന്നും സമീപിക്കേണ്ട ആവശ്യമില്ല. എൻജോയ് ചെയ്യാം. എല്ലാ കവിതയും ഡിസ്മിസ് ചെയ്യേണ്ട. പ്രോസ് അങ്ങനെയല്ല, കഥ അങ്ങനെയല്ല. കഥ നന്ന് തന്നെ ആവണം. കവിത അങ്ങനെയല്ല, ഒന്ന് മുമ്പോട്ട് പുറകിലൊക്കെ പോയാലൊന്നും തെറ്റില്ല. അതുകൊണ്ട് നിറയെ എഴുതട്ടെ, അതിൽ കുറച്ച് വരും, അത്രയ്ക്കേ വരുള്ളൂ, അല്ലേ? നമ്മുടെ ഈ സെഷൻ അവസാനിക്കുകയാണ്. കവിതയോടുള്ള ജയമോഹൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഒരു 25 വർഷമെങ്കിലായിട്ട് എനിക്ക് അറിയുന്നൊരു യാഥാർത്ഥ്യമാണ്. നോവൽ എഴുതുകയും ചെറുകഥ എഴുതുകയും ഒക്കെ ചെയ്യുമ്പോഴും അദ്ദേഹം കവിതയെ എങ്ങനെയാണ് ചേർത്ത് പിടിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അദ്ദേഹവുമായിട്ട് കുറച്ചു നേരം സംസാരിക്കാൻ കഴിഞ്ഞ സന്തോഷം എനിക്ക് കൂടി രേഖപ്പെടുത്തുകയാണ്. ഒരു ചെറിയ കവിത പറഞ്ഞുകൊണ്ട് ഈ സെഷൻ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു 4 വരിയേ ഉള്ളൂ. കവികൾ ഇല്ലാത്തതിനാൽ
കവികൾ ഇല്ലാത്തതിനാൽ. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. കരച്ചിൽ എല്ലായിടത്തു നിന്നും ഉയരുന്നുണ്ട്. വീഴുമ്പോൾ മരം, അരയുമ്പോൾ ഉറുമ്പുകൾ, ചൂണ്ടയിൽപ്പെടുമ്പോൾ മീനുകൾ. അവർക്കിടയിൽ കവികൾ ഇല്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. അവർക്കിടയിൽ കവികൾ ഇല്ലാത്തതിനാൽ നാം അത് കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ. നമസ്കാരം. നമസ്കാരം.